ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ഈ രണ്ടാം ദിവസം ശക്തി പ്രാപിക്കാൻ പരിശുദ്ധാത്മാവിനെ വിളിക്കാൻ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും എന്നുള്ള വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ശക്തിയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷ മുഴുവൻ ഒരു അഭിഷേകം നിറഞ്ഞ് ഉണർവുള്ള കൃപ നിറഞ്ഞതായിട്ട് തരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ കുടുംബത്തൊക്കെ ആത്മീയ മേഖലയിൽ ശക്തി പ്രാപിക്കാൻ ദൈവം ഒരുക്കുന്ന ദൈവത്തിന്റെ കൃപാവരത്തിന്റെ ഈ ശുശ്രൂഷയെ നിങ്ങൾ ഭക്തിയോടെ പങ്കുചേരാം. ഒരു നിമിഷം നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. അരൂപിയാൽ നിറയാൻ കവിയാൻ വരും നിതാ ഞങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. അരൂപിയാൽ നിറയാൻ കവിയാൻ വരും നിതാ ഞങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. അനാഥരായി വിടുകില്ല, അറിഞ്ഞുകൊള്ളൂ നിങ്ങൾ. അയച്ചിടും മമതാവൻ സത്യാത്മാവിനെ എന്നും. അനാഥരായി വിടുകില്ല, അറിഞ്ഞുകൊള്ളൂ നിങ്ങൾ. അയച്ചിടും മമതാവൻ സത്യാത്മാവിനെ എന്നും. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, പെന്തക്കോസ്തയ്ക്ക് നമ്മൾ ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപയും വരദാനങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നിറയപ്പെടുന്നതിനായി ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതലുള്ള വചനം ഇപ്രകാരമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിനക്ക് രൂപം നൽകുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. നമ്മെ പേര് ചൊല്ലി വിളിച്ച് നീ എൻ്റേതാണെന്ന് വാഗ്ദാനം നൽകുന്ന ദൈവമായ കർത്താവ് നമ്മോടെന്നും കൂടെയായിരിക്കുവാൻ അവിടുന്ന് നൽകിയ സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നതും നമുക്ക് ധൈര്യം പകരുന്നതും. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്: ഇതാ, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ നിങ്ങൾ വസിക്കുവിൻ. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം പേടിച്ചരണ്ട ശിഷ്യന്മാർ
ഒരു മുറിയിലായിരിക്കുമ്പോൾ അവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരുമ്പോഴാണ് ശ്ലീഹന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഈശോയുടെ സുവിശേഷവുമായി കടന്നു പോകുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് ശക്തി പകരുന്നത്, നമ്മെ വഴി നടത്തുന്നത്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ആത്മാവാണ് നമുക്ക് ശക്തി പകരുന്നത്. നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ നയിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിൻ്റെ വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമാവിധം പ്രാർത്ഥിക്കണം. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് മോശ. എന്നാൽ ഈ മോശ വിക്കനായതുകൊണ്ട് ഈ ഫറവോയുടെ അടുത്തേക്ക് പോകുവാൻ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ വഴി നടത്തുവാൻ മോശയ്ക്ക് ഭയമാണ്. ഈ മോശയെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തത് കൊണ്ട് അവനെ അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തുകയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്കാണ്. യേശയ്യാ പ്രവാചകനോട് തൻ്റെ ജനത്തെ വിശുദ്ധീകരിക്കുവാൻ അയക്കുന്നതിന് മുമ്പ് യേശയ്യാ പ്രവാചകനെ ദൈവം വിശുദ്ധീകരിക്കുന്നുണ്ട്. അല്ലെ, ജെറമ്യാ പ്രവാചകനെ ദൈവം പ്രത്യേകമായി വിളിക്കുമ്പോൾ തൻ്റെ ബലഹീനതകളും കുറവുകളും പോരായ്മകളും ഒക്കെ ഈ പ്രവാചകൻ തന്നെ ഓർമ്മപ്പെടുത്തുമ്പോൾ ദൈവം പ്രത്യേകമാവിധം ഈ പ്രവാചകനെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പലതരത്തിലുള്ള വേദനകളിലും ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പോരായ്മകളിലും ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം നമ്മൾ രൂപപ്പെടുത്ത് നമ്മൾ ശക്തിയുള്ളവരായി മാറുകയാണ്. നമുക്കറിയാം, സാവൂൾ എന്നൊരു മനുഷ്യൻ്റെ ജീവിത കഥകൾ. ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ ആക്രമിക്കുവാൻ നടന്നൊരു മനുഷ്യനാണ് സാവൂൾ. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയ ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിയെ ദൈവം പിടിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. ദൈവം അവനെ വട്ടം വിട്ട് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ തീഷ്ണമതിയായ ഒരു പ്രവാചകനായി മാറുകയാണ്. പരിശുദ്ധാത്മാവ് അവനിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അഭിഷേകമുള്ളൊരു വ്യക്തിയായി മാറുകയാണ്. സാവൂൾ എന്ന ഒരു വ്യക്തിത്വത്തിൽ നിന്നും പൗലോസിലേക്ക് കടന്നു വന്ന ആ വ്യക്തി പിന്നീട് ദൈവിക ശുശ്രൂഷകളെ ശ്രേഷ്ഠമായി കരുതി സഭയെ നയിക്കുന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 25-ാം വാക്യം തടവറയിലെ അത്ഭുതം എന്ന് പറഞ്ഞ വളരെ മനോഹരമായ ഒരു കാര്യം പറയുന്നുണ്ട്. പൗലോസും സീലാസും ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഈശോയുടെ വചനം പ്രസംഗിച്ച് ചുറ്റുപാട് നടക്കുമ്പോൾ ഈ വചനത്തിൽ അധിഷ്ഠിതമായി ഒത്തിരിയേറെ ആളുകൾ ദൈവത്തിലേക്ക് അടുക്കുമെന്ന് കണ്ട ഭരണാധികാരിമാർ ഇവരെ തടവറയിലാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 25-ാം വാക്യം ഇപ്രകാരമാണ് ഓർമ്മിപ്പിക്കുന്നത്, അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ ഇത് കേട്ടിരുന്നു. പെട്ടെന്ന് ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകൾ തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചെങ്ങലകൾ അഴിഞ്ഞു വീണു. പ്രിയപ്പെട്ടവരെ, പൗലോസും സീലാസും അർദ്ധരാത്രിയിൽ മറ്റൊരു സഹായവുമില്ലാതിരുന്ന ആ സമയത്ത് ദൈവത്തെ അല്ലെങ്കിൽ ദൈവാത്മാവിനെ കീർത്തനം പാടി സ്തുതിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വർഷിക്കുകയും അവരുടെ അടിത്തറകൾ കുലുക്കുകയും അവരുടെ കെട്ടുകൾ അഴിച്ച് അവർ സ്വതന്ത്രമാകുകയും ചെയ്തുവെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള പൗലോസ്ലിഹായുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ നോക്കണേ, 19-ാം വാക്യം 6-ാം തിരുവചനം ഇപ്രകാരമാണ്, പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ വന്നു, അവർ അന്യഭാഷകളിൽ പ്രവചിക്കുവാൻ തുടങ്ങി. വീണ്ടും നമ്മൾ 11-ാം വാക്യത്തിലൂടെ കാണുന്നുണ്ട്, പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലിഹായ്ക്ക് ഈ ശക്തി പകരുന്നത് എവിടെ നിന്നാണ്? അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ പൗലോസ്ലിഹായിലേക്ക് കടന്നു വന്നപ്പോൾ പൗലോസ്ലിഹ ശക്തി പ്രാപിക്കുകയാണ്. ധൈര്യപൂർവം ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാനും നിങ്ങളുമൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നതാണ്.
എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക? അതിന് നമുക്ക് ലഭിക്കേണ്ട ശക്തി പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വചനം പ്രസംഗിക്കുന്നതിൽ മടി തോന്നില്ല, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിൽ മടി തോന്നില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ മുമ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ തിരി കത്തി പ്രകാശിക്കണമെങ്കിൽ ഒരു തീ ആവശ്യമാണ്. അല്ലെങ്കിൽ കനലുകളെ കത്തിച്ചാമ്പലാക്കണമെങ്കിൽ ഒരു തീ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പരിശുദ്ധാത്മാവാകുന്ന തീ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിന് വേണ്ടി കത്തിജ്വലിക്കുന്നവരായി മാറുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മാമോദീസായിലൂടെ തൈലാഭിഷേകത്തിലൂടെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് മോശയെ പോലെ, യെശയ്യാ പ്രവാചകനെ പോലെ, ജെറമ്യാ പ്രവാചകനെ പോലെ, അല്ലെങ്കിൽ പൗലോസ്ലീഹായെ പോലെ തീഷ്ണതയോടെ ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വരണമേ, അഗ്നിനാളങ്ങളായി തീനാവുകളായി ഞങ്ങളെ കത്തിച്ചൊലിച്ച് ശക്തി പകർന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ, വ്യക്തിപരമായ ജീവിതങ്ങളെ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം, ഈ സ്തുതിപ്പിൻ്റെ നിമിഷം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അഭിഷേകം, കൃപാവരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ രൂപപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. മാമോദീസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും ഒക്കെ നമ്മളിലേക്ക് കടന്നു വന്ന അപരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ പെന്തക്കോസ്തായിക്കൂടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ദൈവമേ ശക്തമായി ഞങ്ങൾ രൂപപ്പെടുത്തണമേ എന്ന് ദാഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ പൊന്നേശുനാഥ, വന്നു വാണിടുമോ എന്റെ ഹൃദയത്തിനുള്ളിൽ? സ്നേഹകൂദാശയാ തീർത്തൊരാ ദൈവസ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും ഞങ്ങൾ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, വലിയൊരു അഭിഷേകമായ ശക്തിയായി ഞങ്ങളുടെ മേൽ നിറയണമേ എന്ന ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഞങ്ങൾ ബലപ്പെടുത്തണമേ, ശക്തി പകരണമേ എന്ന ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു പുതിയ ജനനം ഞങ്ങൾക്ക് നൽകണമേ,
ഒരു പുതിയ സൃഷ്ടിയായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപത്തിൻ്റെ മേഖലയിലേക്ക്, രോഗത്തിൻ്റെ മേഖലയിലേക്ക്, തകർച്ചയുടെ മേഖലയിലേക്ക്, നിരാശയുടെ മേഖലയിലേക്ക് നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി അയച്ച് ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധിക്കുന്നു. ഏറ്റവും ശക്തിയോടുകൂടെ പരിശുദ്ധാത്മാവേ, നിന്റെ വലിയ ശക്തമായ ഇടപെടൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നൊവേനയും ലുത്തേനയും ചൊല്ലി നമുക്ക് പ്രത്യേകം ആവിധം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നമ്മൾ നിറയണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നൊവേന നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരിക. അങ്ങേ വെളിവിന്റെ കതിരുകൾ ആകാശത്ത് നയിക്കണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ, എഴുന്നള്ളി വരിക. എത്രയും നന്നായി ആശ്വാസിക്കുന്നവനെ, ആത്മാവിന്റെ മധുരമായി വരുന്നേ, മധുരമായ തണുപ്പേ, അലച്ചിലിൽ സുഖമേ, ഉഷ്ണത്തിൽ തണുപ്പേ, കരച്ചിലിൽ സ്വൈര്യമേ, എഴുന്നള്ളി വരിക. എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അങ്ങേ വെളിവ് കൂടാതെ മനുഷ്യരിൽ പാപമില്ലാത്ത യാതൊന്നുമില്ല. വൃത്തിഹീനമായത് കഴുകുക, വാടിപ്പോയത് നനയ്ക്കുക, മുറിവേറ്റിരിക്കുന്നത് വെച്ച് കെട്ടുക, രോഗികളെ സുഖപ്പെടുത്തുക, കടുപ്പമുള്ളത് മായ്ക്കുക, തണുത്തത് ചൂട് പിടിപ്പിക്കുക, നേർവഴിയില്ലാതെ പോയത് തിരിക്കുക. അങ്ങനെ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങ് 7 വിശുദ്ധ ദാനങ്ങൾ നൽകുക. പുണ്യങ്ങളുടെ യോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക. ആമേൻ. ഏറ്റവും വിശുദ്ധിയോടെ പരിശുദ്ധാത്മാവുടെ യുക്തിയിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയും അഭിഷേകവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനായി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ യുക്തിയെ ഭാഗങ്ങളും ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് ആത്മാർത്ഥമായ തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, പിതാവും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, സർവശക്തനായ പരിശുദ്ധാത്മാവേ, ജീവദാതാവായ പരിശുദ്ധാത്മാവേ, സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, നീതിയുടെയും ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ,
നല്ല തമ്പുരാനെ, പരിശുദ്ധമായ ഈ ആശീർവാദ സമയത്ത് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി ഭക്തിപൂർവ്വം നമുക്കൊരുങ്ങാം.